ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഹെയർ കെയർ 100% നിങ്ങളെ തന്നെ വിശ്വസിച്ച് ഒരു 1 മന്ത് ചാലഞ്ച് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഉറപ്പായിട്ടും പറയാലോ, അതിന്റെ മുഴുവനായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. ഈ ഒരു ഹെയർ കെയർ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കാൽപ്പ് നല്ലതുപോലെ ആദ്യമേ ക്ലീൻ ചെയ്യും. അങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആയാൽ തന്നെ അവിടെ മുടി കൊഴിച്ചിൽ ഉടനെ സ്റ്റോപ്പ് ആവും കേട്ടോ. അപ്പൊ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നം തീർന്നു. അടുത്തത് നമ്മുടെ മുടി വണ്ണം കുറഞ്ഞു വരിക. എല്ലാവരുടെയും പ്രശ്നമാണ് മുടിക്ക് ഒട്ടും വണ്ണമില്ല എന്നുള്ളത്. അതിനും ഇതൊരു ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ. അത് മാത്രമല്ലാതെ പുതിയ മുടികൾ കിളിർത്ത് വളരാനും ഇത് നന്നായിട്ട് സഹായിക്കും. നിങ്ങളുടെ കൊഴിഞ്ഞു പോയ മുടികളൊക്കെ കിളിർത്ത് വളരാൻ ഇത് അടിപൊളിയായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ മുടിയിലെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, തലയിലെ ഡാൻഡ്രഫ്, അയ്യോ, മൊത്തത്തിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുപോവാതെ ഇതൊരു 1 മന്ത് ചാലഞ്ച് പോലെ ഉറപ്പായിട്ടും ചെയ്താൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ തന്നെ ഗ്യാരണ്ടിയാണ്. ഞാനിതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ റോസ്മേരിയാണ്. റോസ്മേരിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം പറയാം. റോസ്മേരി ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഇത്രമാത്രം ഫേമസ് ആവണം, ഇത്രമാത്രം വൈറലാവണം, ഇത്രമാത്രം റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഗുണം എത്രമാത്രമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വേറെ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ റോസ്മേരി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് 2 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മൾ ഇന്നിവിടെ എടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം ഉലുവയാണ്. അത് 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു 7-8 എണ്ണോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 5-6 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില മുടി നന്നായിട്ട് വളരാൻ, പെട്ടെന്ന് വളരാൻ, സ്പീഡായിട്ട് വളരാൻ സൂപ്പറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കാണിച്ച ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ചിലർ ചോദിക്കാറുണ്ട്, ചേച്ചി അത് സ്കിപ്പ് ചെയ്തോട്ടെ, ഇത് സ്കിപ്പ് ചെയ്തോട്ടെ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്ന ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കുക. നമ്മുടെ റോസ്മേരിയിലാണെങ്കിലും ഉലുവയിലാണെങ്കിലും ഒക്കെ തന്നെ പൊടികളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇതൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണതല്ലേ, അതുകൊണ്ട് ഇതിൽ പൊടികൾ ഉണ്ടാവും. അപ്പം നല്ലപോലെ വെള്ളം ഒഴിച്ച് ഇത് കഴുകുക. അതിനുശേഷം ഇത് നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് ഇതിലേക്ക് കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കുക. കൂടുതൽ വെള്ളം നിങ്ങൾ ഒഴിക്കരുത്. കാരണം ഇത് നമ്മൾ നല്ലതുപോലെ ഒരു 10 മിനിറ്റോളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മുടെ വെള്ളം നല്ല ഇങ്ങനെ കുറുകി വരണം. 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾക്ക് 1/2 ഗ്ലാസ് കിട്ടും, 3/4 ഗ്ലാസ് പോലും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഒരു 1/2 ഗ്ലാസ് വരെ നമുക്ക് കിട്ടുള്ളൂ. അത്രമാത്രം ഇതിൽ കിടന്ന്, വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തിളയ്ക്കണം. എന്നാലാണ് ആ ഗുണം കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് അടച്ച് വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ നീരാവിയൊന്നും പുറത്ത് പോവാതെ തിളപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ ഓൾമോസ്റ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് കുറുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് അരിച്ചെടുത്തത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു സ്റ്റാർ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം ചെമ്പരത്തി കേട്ടോ. ചെമ്പരത്തി മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും, പ്രത്യേകിച്ച് ഈ ഒരു കാറ്റ് സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുടി പോലും ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഡ്രൈ ഉള്ള മുടിയുടെ കാര്യമൊന്നും ഈ സമയത്ത്, ഈ കാറ്റ് സമയത്ത് പറയേ വേണ്ട. നമ്മുടെ മുടി നല്ലപോലെ ഡ്രൈ ആവും, സ്പ്ലിറ്റൻസ് വരും, മുടി പൊട്ടിപ്പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തടയാൻ ഈ ഒരു ചെമ്പരത്തിയുടെ ജെല്ല് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിന് സൂപ്പറായിട്ട് ആപ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഒരു 10 ചെമ്പരത്തിയുടെ പൂക്കൾ നമുക്ക് വേണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ കൈവച്ച് നല്ലതുപോലെ ഇങ്ങനെ ഞെരടുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കൈവച്ച് ഞെരടി കഴിയുമ്പോൾ നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ലുണ്ടല്ലോ അങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതുണ്ടല്ലോ, നമ്മളൊരു തുണി വെച്ച്, ഒരു പോളിസ്റ്ററിൻ്റെ നമ്മുടെ പഴയ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ചെമ്പരത്തിയുടെ ജെല്ല് കിട്ടാം. നോക്കൂ, നമ്മൾ വളരെ സിമ്പിളായിട്ട് 1 രൂപ പോലും ചിലവില്ലാതെ 100% നേച്ചുറലായിട്ടുള്ള ചെമ്പരത്തിയുടെ ജെല്ല് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. എത്ര ചെമ്പരത്തിയുടെ ജെല്ലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നേച്ചുറൽ ആണെങ്കിൽ കൂടി അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കെമിക്കൽ എന്തായാലും ആഡ് ചെയ്യണം. പക്ഷേ
നമുക്ക് ഫ്രഷായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചെമ്പരത്തിയുടെ ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാൻ സൂപ്പറായിട്ട് ജെല്ല് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചെമ്പരത്തിയുടെ ജെല്ലുണ്ടല്ലോ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് ഒഴിച്ച് ഇത് രണ്ടും പാടെ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നല്ലൊരു വെള്ളം നമ്മുടെ ചെമ്പരത്തിയൊക്കെ കൂടെ മിക്സായി ഒരു കുഴമ്പായിട്ട് മാറിയിട്ടുണ്ടാവും. എൻ്റെ അമ്മേ, ഈ ഒരു ഹെയർ കെയർ മക്കളെ നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല. കാരണം ഇത് അത്രമാത്രം എഫക്റ്റീവാണ്, അത്രമാത്രം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങളുടെ മുടിയിൽ തരിക കേട്ടോ. ഇനി ഇതുണ്ടല്ലോ, നമുക്കൊരു കണ്ടെയ്നറിൽ, ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലും ആക്കി വെക്കാം. പക്ഷേ സ്പ്രേ ബോട്ടിൽ ഞാൻ കാണിക്കുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനാണ്, അയ്യോ സ്പ്രേ ബോട്ടിലില്ലല്ലോ, ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്തും കാണിക്കാം. നമ്മളൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ അളവുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങളുടെ കൈവിരലുകൾ തന്നെ ഉപയോഗിച്ച് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ വകച്ചലെടുത്ത് നിങ്ങളുടെ ഓരോ ഇഴകളിലും, മുടിയുടെ ഓരോ ഇഴയിലും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് കുളി കഴിഞ്ഞ് വന്ന് മുടി ഉണങ്ങിയിട്ടില്ല, ഞാൻ വേറൊരു സ്ഥലത്ത് പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യും വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡി ആയിട്ട് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ, മുടി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ രാത്രിയിൽ അപ്ലൈ ചെയ്യാം. രാത്രിയിൽ അപ്ലൈ ചെയ്യണതാണ് കൂടുതൽ നല്ലത്. രാത്രിയിൽ ജസ്റ്റ് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളെടുത്ത് നിങ്ങളുടെ ഓരോ ഇഴകളിലും അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മുടി അങ്ങനെ തന്നെ വിടുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ മുടി ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ നല്ലപോലെ മുടി ചീവിയെടുത്ത് മുടി പിന്നെയും മെടഞ്ഞ് കെട്ടിവെച്ചാൽ മതി. ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ കെയർ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ രാത്രി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഹെയർ വാഷ് ചെയ്യണവർ, ദിവസവും മുടി കഴുകുന്നവരാണെന്നുണ്ടെങ്കിൽ മുടി കഴുകിയിട്ട് ഇപ്പം ഞാൻ കാണിക്കണത് പോലെ അപ്ലൈ ചെയ്തോളൂ. മുടി ഡെയിലിയും കഴുകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ച് അല്ലെങ്കിൽ ചീപ്പ് വെച്ചൊക്കെ ചീവി എടുത്തു കഴിഞ്ഞാൽ തന്നെ കുളിച്ചൊരു എഫക്റ്റും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മാസം ചെയ്യേണ്ടത്. നിങ്ങളിത് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഇനി ഞാൻ കൂടുതലായിട്ട് റിസൾട്ട് കിട്ടും എന്ന് പറയുന്നില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ അടുത്ത് കമൻറ്റായിട്ടും ചോദിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ഇനി നമുക്ക് മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.